നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ ഇപ്പോഴൊരു അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. ഒരു മേഖലയിൽ ആകെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, അവരുടെ ജീവൻ കവരുന്നു. നിരവധി ആളുകൾ മരിച്ചു വീഴുന്ന ഒരു കാഴ്ചയാണ് ജനങ്ങളെ അന്ധാളിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ഈ രോഗബാധ ഏറ്റിട്ടുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് കേന്ദ്ര സർക്കാർ അടക്കം പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇതൊരു ബയോ വെപ്പൺ ആണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ അടക്കം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഏകദേശം 15-ലധികം ആളുകളുടെ മരണത്തിന് കാരണമായ ഒരു ഇൻഫെക്ഷൻ അതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ജനങ്ങൾ പോലും പരിഭ്രാന്തരായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും കേന്ദ്രം വളരെ വേഗത്തിൽ തന്നെ ജമ്മു കാശ്മീരിലേക്ക് ഒരു ഉന്നതതല സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ രജൌരിയിലാണ് 6 ആഴ്ചയ്ക്കിടയിൽ 16 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ഉന്നതതല അന്വേഷണത്തിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, ആ മേഖലയിൽ ഇത്രയധികം ആളുകൾ പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെ ഇല്ലാതെ മരണപ്പെടുമ്പോൾ അതിൽ അസ്വാഭാവികമായ ദുരൂഹമായ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വിദഗ്ധ സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥൻ സമിതിയെ നയിക്കും. ആരോഗ്യം, കുടുംബക്ഷേമം, കൃഷി, ജലവിഭവ വകുപ്പ്, അതുപോലെ തന്നെ രാസവസ്തു, വളം മന്ത്രാലയങ്ങളിലെ വിദഗ്ധരും ഈ സമിതിയിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മൃഗസംരക്ഷണം, ഭക്ഷ്യസുരക്ഷാ വിദഗ്ധരും ഫോറൻസിക് സയൻസ് ലാബ് സംഘവുമൊക്കെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെ പ്രഭവ കേന്ദ്രം എവിടെ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. എന്നാൽ ഡിസംബർ 7 മുതലാണ് ബുധാൽ ഗ്രാമത്തിൽ നിന്നും അസ്വാഭാവികമായ ഒരു മരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ ഗ്രാമത്തിലുള്ള ഏകദേശം 6000-നടുത്ത ആളുകളുടെ സാമ്പിൾ പരിശോധന നടത്തി. അതിലൊന്നും തന്നെ വൈറസിൻ്റെയോ ബാക്ടീരിയയുടെയോ സാന്നിധ്യം ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കേന്ദ്ര സംഘത്തെ അലട്ടുന്ന ഒരു വിഷയമാണ്. ഇനിയിപ്പോൾ ഇത്രയധികം ആളുകൾക്ക് വിഷം നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. ജമ്മു കശ്മീർ പോലീസ് ഇതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ സമാന്തരമായി തന്നെ അന്വേഷണം നടത്തിപ്പോരുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സംഘത്തെ ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ന്യൂറോ ടോക്സിനുകളാണ് ഈ അസ്വാഭാവിക മരണത്തിന് കാരണമെന്നാണ് ശനിയാഴ്ച ആരോഗ്യവകുപ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. ന്യൂറോ ടോക്സിനുകൾ എങ്ങനെയാണ് ഈ മരണത്തിന് കാരണമായത് എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എന്താണ് ഇതിന് പിന്നിലുണ്ടായ സംഭവമെന്നും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നീക്കം അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഘടിപ്പിക്കുന്നത്. രജൌരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിട്ടുള്ള ഡോക്ടർ ആശാ ഭട്ടിയ, ബുധാൽ MLA ആയിട്ടുള്ള ജാവേദ് ഇക്ബാൽ ചൗധരി എന്നിവരടക്കമുള്ള സംഘം ശനിയാഴ്ച ഇതിലുള്ള സംശയം മാധ്യമങ്ങളോടടക്കം പങ്കുവച്ചതാണ്. ഈ മരണപ്പെട്ട ആളുകളുടെ ഒക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തിയപ്പോൾ ഇതേ രോഗാവസ്ഥയുള്ളവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതേ പ്രശ്നം മൂലം തന്നെയാണ് അവർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. തലച്ചോറിൽ നീർക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു ഈ മരണപ്പെട്ട എല്ലാവർക്കും. എങ്ങനെയാണ് തലച്ചോറിൽ ഇങ്ങനെ ഒരു നീർക്കെട്ട് അനുഭവപ്പെടുന്നത്? അതിനായി വിഷം വല്ലതും നൽകിയതാണോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ തുടക്കത്തിൽ തന്നെ പരാമർശിച്ച ഒരു ബയോ വെപ്പൺ എന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായതാണോ എന്ന സംശയമടക്കം പലരും പങ്കുവെക്കുന്നുണ്ട്. തലച്ചോറിൽ സാരമായ തകരാറ് ഇവർക്കൊക്കെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഇവരുടെ രോഗാവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും തങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മരണത്തിന് കീഴടങ്ങുക എന്നല്ലാതെ മറ്റു പോംവഴി ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇവരൊക്കെ തന്നെ എത്തിച്ചേരുന്നത്. ഇനിയിപ്പോൾ രോഗം പിടിപെടുന്ന സാഹചര്യത്തിൽ, ഈ ബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ അതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഡിസംബർ 7 മുതൽ ജനുവരി 17 വരെ അസ്വാഭാവികമായ രീതിയിൽ 16 പേർ മരണപ്പെട്ടു. ഇതിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ ആളുകളാണ് ഇതിനോടകം മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ സംശയം കൂടുതൽ ബലപ്പെടുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ പകർച്ചവ്യാധിയോ ബാക്ടീരിയ, ഫംഗസ് ബാധയോ ഒന്നും തന്നെ അല്ല കാരണമെന്നാണ് ജമ്മു കാശ്മീർ ഭരണകൂടം പറയുന്നത്. കടുത്ത പനി, തലചുറ്റൽ, ബോധക്ഷയം എന്നിവയോടെയാണ് രോഗലക്ഷണം പങ്കുവെക്കുന്നത്. അങ്ങനെയാണ് രോഗികൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിയാൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവർക്ക് മരണം സംഭവിക്കുകയായിരുന്നു, മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഒരു 15 വയസ്സുകാരി പെൺകുട്ടി അസുഖബാധിതയായി ചികിത്സയിൽ തന്നെയാണ്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഡോക്ടർമാരടക്കം. 2024 ഡിസംബറിൽ ഒരു കുടുംബത്തിലെ തന്നെ 7 പേർ രോഗബാധിതരായി. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നാൽ അതിൽ 5 പേർ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് പുറം ലോകത്തിന് ഇതൊരു വലിയ വാർത്തയായി മാറിയത്. ഡിസംബർ 12-ാം തീയതി മറ്റൊരു കുടുംബത്തിലെ 9 പേർ സമാനമായ രോഗലക്ഷണങ്ങൾ പങ്കുവെച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അതിൽ 3 പേർ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 2 കുടുംബങ്ങളിലായി മാത്രം 16 പേർക്കാണ് ഈ രോഗബാധ ഉണ്ടായത്.
അതിൽ 3 പേർ മരണപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിച്ചു. 1 മാസത്തിന് ശേഷം 10 പേർക്ക് അസുഖം ബാധിച്ചു. അതിൽ 5 കുട്ടികൾ മരണപ്പെട്ടു. 50% ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം വളരെ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഒരു സമൂഹ അന്നദാനം ആ സമയത്ത് അവിടെ നടന്നതായും റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ അതിൽ പങ്കെടുത്തുവെന്നും കരുതുന്നു. 1.5 കിലോമീറ്ററിനുള്ളിലാണ് ഈ മരണങ്ങൾ സംഭവിച്ച 3 വീടുകളും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു സംശയം കൂടുതൽ ബലപ്പെടുത്തുകയാണ്. എന്തായിരുന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികാരികളൊക്കെ തന്നെ പറയുന്നത്. ഇതിൻ്റെ കാരണം കൃത്യമായി തന്നെ കണ്ടുപിടിച്ച് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളും നടത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.